ഓഗസ്റ്റ് 22-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിലാദ്യത്തേത് കോമേഴ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു മാറ്റർ ഓഫ് കൺസേൺ ആണെന്നാണ് യൂണിയൻ കൊമേഴ്സ് മിനിസ്ട്രി പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ കോമേഴ്സ് ഇൻഡസ്ട്രീസിന്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള, മിന്ത്ര പോലുള്ള കോമേഴ്സ് വെബ്സൈറ്റുകളുടെ വളർച്ച എങ്ങനെയാണ് ഒരു കൺസേൺ ആയി മാറുന്നതെന്നാണ് നമ്മൾ ബ്രീഫായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഈ ഒരു ഐഡിയ മാത്രം നമുക്ക് ഉണ്ടായാൽ മതിയാവും. അതായത് മേജർ കോമേഴ്സ് സൈറ്റുകളുണ്ട്, ആമസോൺ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നുണ്ട്. അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാർജിൻ എടുത്തുകൊണ്ട് കൂടുതൽ ആൾക്കാരെ, കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുവഴി അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രോഫിറ്റ് അല്ല റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് അൾട്ടിമേറ്റ്ലി കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കുക. അതായത് മൊത്തത്തിൽ 100 കസ്റ്റമേഴ്സാണ് മാർക്കറ്റിലുള്ളത്. അതിൽ 50 പേരാണ് ഇപ്പോൾ ആമസോണിൽ പോകുന്നത്, ബാക്കി 30 പേര് മിന്ത്രയിൽ പോകുന്നുണ്ട്, ബാക്കി 20 പേര് വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ 50 പേരെ കൂടാതെ ഇവരെ കൂടി ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ സ്മോൾ റീറ്റെയിലർ കടകളുടെ മേലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണ് വളരുന്നത്. ഏകദേശം ഈ ഒരു വളർച്ച നമ്മളുടെ രാജ്യത്തുള്ള ഏകദേശം 100 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 10 കോടിയോളം ചെറിയ ചെറിയ സ്റ്റോറുകളെ, ഷോപ്പുകളെ, ടെക്സ്റ്റൈൽ ഷോപ്പുകളെ ഒക്കെ ബാധിക്കുന്നുണ്ട് എന്ന് ഓർത്തുക. ഇത് ഒരുപാട് ജോബ് ലോസസിനും സോഷ്യൽ ഡിസ്റപ്ഷനും കാരണമാകും എന്നുള്ളതാണ് യൂണിയൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളതും കൂടി ഓർത്തുവേണ്ടത്. ആക്ച്വലി കൊമേഴ്സിൻ്റെ ഗ്രോത്ത് എംപ്ലോയ്മെൻറ്റിനെ അത്ര നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്ന പറഞ്ഞ റിപ്പോർട്ടുകളൊന്നും ഇല്ലെങ്കിൽ പോലും ആക്ച്വലി കൊമേഴ്സ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റീറ്റെയിൽ മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലൗഡ് കിച്ചൺസും അതുപോലെ ഫുഡ് ഡെലിവറി ആപ്പുകളും ഓൺലൈൻ സർവീസുകളും എല്ലാം തന്നെ ട്രഡീഷണൽ റെസ്റ്റോറൻറ്റുകളെ ബാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി കൊമേഴ്സ് സൈറ്റുകളായിട്ടുള്ള ആമസോൺ പോലുള്ള പ്രിഡേറ്ററി പ്രൈസിങ് ഉണ്ടാക്കുന്നുണ്ട്. പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് വെച്ചാൽ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് വില കുറച്ച് കൊടുക്കുന്നതിനാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. ആ പ്രിഡേറ്ററി പ്രൈസിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുവഴി ഈ ഒരു മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ അവർ B2C, അതായത് ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അവർ പ്രത്യേകിച്ചും കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി പ്ലാറ്റ്ഫോമുകളുടെ റൂൾസും മറ്റുമൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ബട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇവിടെ മിനിസ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ള കൊമേഴ്സ് ഫേംസ് നമുക്ക് ലോക്കൽ എക്കണോമിയെ ചിലപ്പോൾ ബെനിഫിറ്റ് ചെയ്യണം എന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് കൊമേഴ്സ് സ്റ്റോറുകൾ വരുമ്പോൾ അതിൽ പറഞ്ഞു വെച്ചാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, അതിലൊരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നില്ലേ എന്നൊക്കെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പറയാമെങ്കിലും, പക്ഷേ അത് ഡിസ്റപ്റ്റ് ചെയ്യുന്ന തൊഴിലുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന തൊഴിലുകളേക്കാൾ കൂടുതലാണ്. ലോക്കൽ മാർക്കറ്റ് വൺസ് ഇവർ പ്രിഡേറ്ററി പ്രൈസിങ്ങിൽ മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ കൂടിയ വിലക്കാണ് ഐറ്റംസ് വിൽക്കുക. അപ്പോൾ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ പോയി വാങ്ങാൻ ലോക്കൽ മാർക്കറ്റിൽ കടയൊന്നും ഉണ്ടാവാത്ത സാഹചര്യമായിരിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ടിസോൾ ലാമോ ലേക്കുമായി ബന്ധപ്പെട്ടതാണ്. ആക്ച്വലി ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾ, അത്തരത്തിലുള്ള ഹിമാലയൻ മേഖലയിലുള്ള പ്രൊജക്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് വാർത്ത എന്നുള്ളത്. ആക്ച്വലി വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ സിക്കിമിലും ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ NHPCയുടെ ടീസ്ത 5 ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഉണ്ട് ഗാങ്ടോക്കിൽ. അതിൻ്റെ ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ ഡാമേജ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ള ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ജലവൈദ്യുത നിലയങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം. നമ്മൾ ഡാം കെട്ടിയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തടകെട്ടി നിർത്തുകയാണ് ചെയ്യുക എന്നുള്ളത്. വലിയ എമൗണ്ട് വെള്ളത്തെ നമ്മൾ തടഞ്ഞെത്താം. അപ്പോൾ ആക്ച്വലി ഇത്രയും വെള്ളം ഈ ഒരു സ്ഥലത്താണ് അതിൻ്റെ ഫോഴ്സ് മുഴുവൻ വരുന്നതായിട്ടുള്ളത്. അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിലേക്കുള്ള ഇൻഫ്ലോ വർദ്ധിക്കുകയും അത് ഈ ഡാമിന് താങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത് മൊത്തത്തിൽ പൊട്ടി ഒലിച്ച് താഴോട്ട് വരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഹൈഡ്രോ പവർ പ്രൊജക്റ്റുകൾ ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾക്ക് ട്രിഗർ ചെയ്യാൻ കാരണമാകും എന്നുള്ളതാണ് NHPയുടെ ടീസ്ത 5 എന്ന് പറഞ്ഞാൽ, അതായത് ടീസ്ത റിവറിലുള്ള ടീസ്ത 5 എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ ഡാറ്റ കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ നദികളിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച്, ഉദാഹരണത്തിന് ഹിമാലയൻ മേഖലകളിലൊക്കെ ആകുമ്പോൾ ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്യുന്ന സമയത്ത്, മഞ്ഞ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗ്ലേഷ്യർ ഔട്ട്ബേഴ്സ്റ്റ് ഉണ്ടാകുന്നതൊക്കെ ഇത് ഇഷ്യൂ ഉണ്ടാകും. ഉദാഹരണത്തിന് അവിടുത്തെ ലോനാക്ക് എന്ന് പറഞ്ഞ ഗ്ലേഷ്യർ ഉണ്ട് സിക്കിം. അതിലത്തെ വെള്ളം, ആ ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്തിട്ട് ആ വെള്ളം വന്നിട്ട് ചുങ്താങ് ഡാം കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിക്കിമിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഹൈഡ്രോ പവർ സ്ട്രക്ചറിനെയും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഹൈഡ്രോ പവർ സ്ട്രക്ചേഴ്സ് ഡാമേജ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞ് അതിൻ്റെ ഇന്നഡീക്വേറ്റ് ആയിട്ടുള്ള
ഡിസൈനും കൺസ്ട്രക്ഷനാണ്. കാരണം വളരെ ചീപ്പറായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെയാണ് ഡാമുകൾ പണിയുന്നത്. അത് ഡാം ഫെയിലിയേഴ്സിന് ഒരു കാരണമാകാം. അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലോസ് ആൻഡ് ഡാമേജസ് ഉണ്ടാകുന്നതിന് കാരണം എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ റിവേഴ്സിന് അതിൻ്റെ നാച്ചുറൽ എക്കോസിസ്റ്റത്തെയൊക്കെ അൾട്ടർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡാമുകൾ പണിയുന്നത്, അല്ലേ? ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പണിയുന്നത്. അപ്പോൾ ആക്ച്വലി അത് ആ എക്കോസിസ്റ്റത്തെ ബാധിക്കും, ആ വൈൽഡ് ലൈഫിനെയും അവിടുത്തെ പ്ലാന്റ് ലൈഫിനെയും ഒക്കെ ബാധിക്കും. കാരണം ആ തടഞ്ഞു നിർത്തുമ്പോൾ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടും, അതിൻ്റെ ചുറ്റുമൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ റിസർവോയേഴ്സിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡാമെങ്കിൽ, ഓക്കെ, ഈ ഡാമിൻ്റെ ഈ ഒരു വെള്ളം ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം മുഴുവൻ ഉണ്ടാവുക ചളിയും മറ്റ് സെഡിമെൻസും ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അടിഭാഗം മുഴുവൻ ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള സെഡിമെൻറ്റ്സ് ട്രാപ്പ് ചെയ്തത് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറച്ച് വരും. കാരണം ഇത്രയും ചോറിഞ്ഞാൽ വെള്ളം ഇത്ര മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കാലം കഴിയുമ്പോൾ സെഡിമെൻസിൻ്റെ അളവ് കൂടും. അപ്പോൾ കൃത്യമായിട്ട് ഈ സെഡിമെൻസിനെ നീക്കം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു വെയിറ്റ് കൂടി, ഇത് വെള്ളത്തിൻ്റെ വെയിറ്റ് അല്ല, ഇത് അധികമായിരുന്ന വെയിറ്റാണ്, അത് അധിക ഭാരം ഭൂമിയുടെ മേലെ ഏൽപ്പിക്കുന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നദികളുടെ സ്വാഭാവിക പാതയിൽ നിന്നും അവയെ ഡൈവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് വാട്ടർ അവൈലബിലിറ്റി കുറയാൻ കാരണം ഡൗൺ സ്ട്രീം ക്വാളിറ്റി, അതായത് വാട്ടറിൻ്റെ ക്വാളിറ്റി, അതായത് ഡൗൺ സ്ട്രീമിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ്, അതിൻ്റെ ക്വാളിറ്റി കുറയാൻ കാരണം അഗ്രികൾച്ചറിനും ലോക്കൽ കമ്മ്യൂണിറ്റീസിനും കുടിക്കാനും കൃഷിക്കും ജലസേചനത്തിനും ഒന്നുമായിട്ട് വെള്ളം കിട്ടാത്ത സാഹചര്യം വരും എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇനീഷ്യലി കോസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒന്നും കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ ചീപ്പ് ക്വാളിറ്റി വെച്ചിട്ടും ഡാമുകൾ ഉണ്ടാക്കുന്നത്. ഇത് അൾട്ടിമേറ്റ്ലി ലോങ് ടേം ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും ക്യാപിറ്റൽ കോസ്റ്റും കുറക്കുന്നുവെങ്കിലും റിപ്പയർ കോസ്റ്റുകളും മറ്റുമൊക്കെ വർദ്ധിക്കുന്നതിന് കാരണം അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൽ ഒരു ടിസോലാമോ അല്ലെങ്കിൽ ചാലാമോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചോലാമു ലേക്ക് എന്നൊക്കെ പറയുന്ന ഒരു ലേക്ക്, ഇതെല്ലാം ഒരു ലേക്ക് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ലേക്കിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ലേക്ക് എന്ന് വെച്ചാൽ സിക്കിമിലുള്ള ലേക്കാണ്. അപ്പോൾ ഇത് ആക്ച്വലി വേൾഡിൽ ഏറ്റവും ഹയസ്റ്റിലുള്ള, അതായത് ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള വൺ ഓഫ് ദ ഹയസ്റ്റ് ലേക്കാണ്. ഏകദേശം 5280 മീറ്റർ ഉയരത്തിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സിക്കിമിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചോലാമോ അല്ലെങ്കിൽ ടിസോലാമോ അല്ലെങ്കിൽ ചോലാമു ലേക്ക് എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ ഇന്റർനാഷണൽ ബോർഡറിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണുള്ളത്. ഇപ്പോൾ കാങ്സെ എന്ന് പറയുന്ന ഒരു ഗ്ലേഷ്യർ നിന്നാണ് ഇതിലേക്ക് പ്രധാനമായിട്ട് വെള്ളം വരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ലേക്കിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ട്രൈബ്യൂട്ടറി ആയിട്ടുള്ള ടീസ്ത എന്ന് പറയുന്ന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതായത് ടിസോലാമോ ലേക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. അപ്പോൾ ഏകദേശം ടിസോലാമോ ലേക്കിൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ് വരിക. ഇതാണ് ലേക്കിൻ്റെ ഫോട്ടോ. ഇതാണ് ടിസോലാമോ ലേക്ക്, ഏകദേശം ഇവിടെയാണ് വരിക. ടീസ്ത റിവർ ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നും കൂടെ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഗ്ലോബൽ ലെവലിൽ, പ്രത്യേകിച്ചും കൊൽക്കത്തയിൽ റേപ്പ് ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് നിലവിലെ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.